കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലത്തിലും വൻ തരംഗങ്ങൾ സൃഷ്ടിച്ച ചരിത്രപ്രസിദ്ധമായ മുത്തങ്ങ ഭൂസമര കേസിൽ 23 വർഷങ്ങൾക്ക് ശേഷം നിർണായകമായ വിധി പുറത്തു വന്നിരിക്കുകയാണ്. സമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ വിചാരണ നേരിട്ട 35 പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ കോടതി പൂർണ്ണമായും കുറ്റവിമുക്തരാക്കി. കേസിലെ 23 മുതൽ 57 വരെയുള്ള പ്രതികളെയാണ് കോടതി നിരപരാധികളാണെന്ന് കണ്ട് വെറുതെ വിട്ടത്. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഇ അയൂബ് ഖാനാണ് കേസിൽ നീണ്ട 2.5 പതിറ്റാണ്ടോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആദിവാസി സമൂഹത്തിന് വലിയ ആശ്വാസം പകരുന്ന ഈ ചരിത്രപ്രദമായ വിധി പ്രഖ്യാപിച്ചത്. 2003 ഫെബ്രുവരി 19-നാണ് കേരളത്തെ ആകെ നടുക്കിയ മുത്തങ്ങ സംഭവം നടക്കുന്നത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്ന സർക്കാർ വാഗ്ദാനം നിരന്തരം പാലിക്കപ്പെടാത്തതിനെ തുടർന്ന് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുകയായിരുന്നു. CK ജാനു, എം ഗീതാനന്ദൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ സംഘടിച്ച ഈ സമരം അതിവേഗം വൻ പ്രക്ഷോഭമായി മാറി. എന്നാൽ കാട്ടിൽ കുടിൽ കെട്ടി താമസിച്ച ഭൂരഹിതരായ ആദിവാസികളെ ബലമായി ഒഴിപ്പിക്കാനായി 2003 ഫെബ്രുവരി 19-ന് രാവിലെയോടെ പോലീസും വനം വകുപ്പും സംയുക്തമായി വൻ സന്നാഹത്തോടെ സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥർ കുടിലുകൾ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചതോടെ സമാധാനപരമായി തുടങ്ങിയ സമരം പോലീസും സമരക്കാരും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയായിരുന്നു. അന്ന് രാവിലെ 8 മണിയോടെ ആരംഭിച്ച പോലീസ് നടപടി മണിക്കൂറുകൾക്കകം വലിയ സംഘർഷഭരിതമായ സാഹചര്യമാണ് മുത്തങ്ങയിൽ സൃഷ്ടിച്ചത്. ഗൗണ്ടൻ വലയിലെ തകരപ്പാടിയിൽ വെച്ച് നടന്ന രൂക്ഷമായ സംഘർഷത്തിനിടെ കണ്ണൂർ കൊയ്യം സ്വദേശിയായ പോലീസ് കോൺസ്റ്റബിൾ വിനോദിനെയും മറ്റൊരു പോലീസുകാരനെയും സമരക്കാർ തടവിലാക്കുകയുണ്ടായി. ഇതോടെ സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയും പോലീസ് അതിശക്തമായി തിരിച്ചടിച്ച് പ്രദേശത്ത് വെടിവെപ്പ് നടത്തുകയും ചെയ്തു. പോലീസിന്റെ വെടിവെപ്പിൽ ജ്യോതി എന്ന ആദിവാസി യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ഈ സംഘർഷത്തിനിടയിലാണ് കോൺസ്റ്റബിൾ വിനോദ് ക്രൂരമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. വിനോദിനെ സമരക്കാർ വധിച്ചു എന്നായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചും പിന്നീട് കേസ് ഏറ്റെടുത്ത കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയും തങ്ങളുടെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരുന്നത്. എന്നാൽ കേസിന്റെ വിചാരണ നീണ്ടുപോയതോടെ പലവിധ പ്രതിസന്ധികളാണ് ഉണ്ടായത്. കേസിൽ ആകെ ഉണ്ടായിരുന്ന 53 പ്രതികളിൽ 15 പേർ വിചാരണ കാലയളവിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗം പേരും നിലവിൽ വാർദ്ധക്യ സഹജമായ അവശതകളും കടുത്ത രോഗപീഠകളും അനുഭവിക്കുന്നവരാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് പിന്നീട് ആദിവാസി സംഘടനകളുടെയും ബന്ധുക്കളുടെയും ശക്തമായ ആവശ്യപ്രകാരമാണ് CBIക്ക് കൈമാറിയത്. എങ്കിലും വർഷങ്ങൾ നീണ്ട സാക്ഷി വിസ്താരങ്ങൾക്കും തെളിവെടുപ്പുകൾക്കും ഒടുവിൽ പ്രതികൾക്കെതിരായ കൊലപാതക കുറ്റം സംശയരഹിതമായി തെളിയിക്കാൻ CBIക്ക് സാധിച്ചില്ല എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി എല്ലാവരെയും വെറുതെ വിട്ടത്. കോടതി വിധി പുറത്തു വന്നതോടെ വർഷങ്ങളായി നിയമത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിൽ നിന്ന എം ഗീതാനന്ദൻ അടക്കമുള്ള ആദിവാസി നേതാക്കൾക്കും സമരക്കാർക്കും ഇത് വലിയൊരു ആശ്വാസമായി മാറി. തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി പോരാടിയ ആദിവാസികൾക്കെതിരെ ചുമത്തപ്പെട്ട വ്യാജ കേസുകളിൽ നിന്നുള്ള പൂർണ്ണ മോചനമായാണ് അവർ ഈ വിധിയെ കാണുന്നത്. എന്നാൽ കോടതി വിധി കേട്ട ശേഷം കടുത്ത നിരാശയും മരവിച്ച മനസ്സുമായാണ് പ്രതികരിച്ചതെന്ന് കൊല്ലപ്പെട്ട കോൺസ്റ്റബിൾ വിനോദിന്റെ സഹോദരൻ KV ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. 23 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇത്തരം ഒരു വിധി വരുന്നത് കടുത്ത ദുഃഖമാണെന്നും സ്വന്തം ഡ്യൂട്ടിയിലിരിക്കെ ക്രൂരമായി കൊല്ലപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് അർഹമായ നീതിയോ ആവശ്യമായ ആനുകൂല്യങ്ങളോ ലഭിച്ചില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. സർവീസിലിരിക്കെ കൊല്ലപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് ലഭിക്കുന്ന പരിഗണന ഇതാണെങ്കിൽ സാധാരണക്കാർക്ക് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയിലുള്ള പ്രതീക്ഷ എന്തായിരിക്കുമെന്നും അദ്ദേഹം വൈകാരികമായി ചോദിച്ചു. കേരളത്തിലെ ആദിവാസി അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായങ്ങളിലെ ഒന്നായാണ് മുത്തങ്ങ സംഭവം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഭൂരഹിതരായ ആദിവാസികളുടെ അവകാശങ്ങളെക്കുറിച്ചും വനഭൂമി പ്രശ്നങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിൽ വലിയ വിചാരണകൾക്ക് വഴി തുറക്കാൻ ഈ സമരം കാരണമായിരുന്നു. 4 നൂറ്റാണ്ടുകളോളമായി തുടർന്ന ഈ നിയമ പോരാട്ടത്തിന്റെ അന്ത്യം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലും ഭരണവർഗ നടപടികളിലും വീണ്ടും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്.